മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. തുടർച്ചയായ 6 ദിവസത്തെ കറക്ഷന് ശേഷം പുതിയ ഒരാഴ്ചയിലേക്ക് മാർക്കറ്റ് കടക്കുകയാണ്. ഇന്ന് ഒരു പോസിറ്റീവ് സൂചനയാണ് നൽകുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിലാണ് കാണിക്കുന്നത്. നിഫ്റ്റി 35 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റെല്ലാം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തൊരു മിക്സഡ് ആയിട്ടായിരുന്നു. അതിൽ FTSEയും അതോടൊപ്പം തന്നെ ഡാക്സും മൈനസ് ആയിട്ട് ക്ലോസ് ചെയ്തപ്പോൾ CSE മാത്രമാണ് ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് കാണിച്ചത്. യൂറോപ്യൻ മാർക്കറ്റിൽ നിന്നും US മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇന്ന് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തുടർച്ചയായിട്ടുള്ള സെൽ ഓഫിൽ നിന്നൊരു റിക്കവറി ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ഡാറ്റകൾ ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണുന്നത് നാളെ ഓഗസ്റ്റ് 12-ന് US ചൈന ട്രേഡ് ഡീലിന്റെ ഒരു മൊറട്ടോറിയം അവസാനിക്കുകയാണ്. അതിനുശേഷം പുതിയ താരിഫുകൾ നാളെ പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ മൊറട്ടോറിയം എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ എക്കണോമി നോക്കിക്കാണുന്നത്. അപ്പോൾ നാളെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് ചൈനയെ സംബന്ധിച്ചിട്ട്. മൊറട്ടോറിയം അവസാനിച്ചുകൊണ്ട് കൂടുതൽ ട്രേഡ് താരിഫിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏഷ്യൻ മാർക്കറ്റിൽ മൊത്തത്തിലൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിൽ ഇവന്റുകൾ വരുന്നുണ്ട്. CPI ഇൻഫ്ലേഷൻ ഡാറ്റ നാളെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ WPI അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റ ഓഗസ്റ്റ് 14-ന് റിലീസാവും. ഇത്രയും ഡാറ്റാസ് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് ഓൾടുഗദർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു റിക്കവറിക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എങ്കിൽ കൂടി ട്രേഡ് ഡീലുകളെ കുറിച്ചുള്ള കൂടുതൽ കൺഫർമേഷൻസ് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അപ്രതീക്ഷിതമായി എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ നെഗറ്റീവ് സെന്റിമെന്റ്സിൽ തന്നെ തുടരാനും സാധ്യതയുണ്ട്. ഏവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.